ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ഞാൻ ഇന്നൊരു കുഞ്ഞു ലോങ് വീഡിയോ ആയിട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇത് രാവിലെ തിങ്കളാഴ്ച രാവിലത്തെ അല്ല, ഒരു ഫുൾ ഡേ എടുക്കാന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് എടുക്കണത്. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന കമൻസാണ്, നമ്മൾ വിളക്ക് കൊളുത്തുമ്പോണ്ടല്ലോ കുറേ പേര് ചോദിക്കും, ചേച്ചി അവിടെ തുടയ്ക്കാറുണ്ടോ, ക്ലീൻ ആക്കാറുണ്ടോ, വിളക്ക് തുടയ്ക്കാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ജസ്റ്റ് കത്തിക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇതേ ഒരു ടിഷ്യൂ വെച്ചിട്ട് അവിടെ ഭസ്മൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തിരിച്ച് വൃത്തികേടായിട്ട് കിടക്കണ്ടാവും. അതുപോലെ വിളക്കിൽ എണ്ണ ഒഴിച്ച് എൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതെന്നും തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ ഞാനിത് അവിടെ വിളക്ക് കൊളുത്തി കാണിക്കാറ്. അപ്പം അത് വീഡിയോയിൽ അങ്ങനെ എടുക്കാറില്ല എന്ന് മാത്രം. അത് ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക്. നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യണുള്ളൂ. അതായത് നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കുഞ്ഞു സന്തോഷം, അത് മാത്രമായിട്ട് അവിടെ ഷെയർ ചെയ്യണുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാത്തതും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ ക്ലീനിങ് ഇട്ടാ. അങ്ങനെ അതേ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തി. ഇനി എന്താ വെച്ചാൽ നമ്മൾ നേരം വെളിച്ചായതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വൈബിലാണ് നിൽക്കണത്. എന്നിട്ട് ഇതേ ഞാൻ വേഗം കുറിയൊക്കെ എടുത്ത് ഇനി നമുക്ക് അടുക്കളയിൽ പണിയുണ്ട് കേട്ടോ. അതായത് അമ്മയ്ക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് അമ്മേനെ ഞാൻ വിളിച്ചിട്ടില്ലേ. അപ്പോൾ ഞാനൊക്കെ പതുക്കെ കിടന്നിട്ട് ചെയ്യണത്. അതായത് സൗണ്ട്, അമ്മയാണെങ്കിൽ ഒരു ചെറിയ സൗണ്ട് കേട്ടോ അപ്പോൾ ഉറക്കത്തുനിന്ന് എനിച്ചിട്ട് വേഗം ഓടി അടുക്കളയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ലേറ്റ് ഒന്നും അധികം ഇട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറിയൊക്കെ തൊട്ട് ഞാൻ നേരെ കിച്ചണിൽ ചെന്നു. കുറി തുടർന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കുളി കഴിഞ്ഞ് വിളക്കുളത്തി കഴിഞ്ഞാൽ അവിടെ ആ വിളക്കുളത്തിനതിൻ്റെ അവിടെ കുറി ഇരിക്കണ്ടായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അതെടുത്ത് തൊടുട്ടാ. അതുകൊണ്ടാണ്, അല്ലാതെ പ്രഹസനമൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ പുട്ടും നമ്മുടെ കുറുമക്കറി മീൻസ് ഗ്രീൻ പീസ് ഇല്ലേ, ആ കറിയായിട്ട് വെക്കാൻ നോക്കണത്. അപ്പോൾ ചോറിനുള്ള വെള്ളം ആദ്യം വെച്ചു, കാരണം നമ്മുടെ തേജുവിന് ക്ലാസ് ഉണ്ട് കേട്ടെന്ന്. പിന്നെ കുറുമക്കറിക്കാണ് കേട്ടോ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേ കഴുകി ഇനി കുക്കറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വിസിലടിപ്പിച്ച് നന്നായി വേവിച്ചെടുക്കൂട്ടെ. ഞാൻ എന്തും അതെ കേട്ടോ. ഇപ്പോൾ കുക്കറിൽ എന്ത് വേവിക്കുമ്പോഴും ചോറ് ഒഴിച്ചിട്ടാ. ചോറ് കുക്കറിൽ ഞാൻ വെക്കാറില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിലൊക്കെ 1-2 വട്ടം ഞാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ ആരെങ്കിലും കയറി വരുമ്പോൾ ചോറ് തികഞ്ഞില്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ ചോറ് അങ്ങനെ വെക്കുന്ന ആളല്ല കുക്കറിൽ. അപ്പോൾ ചോറ് ഒഴിച്ച് ബാക്കി എന്തും ഞാൻ നന്നായി വേവിച്ചെടുക്കാറുണ്ട്. പിന്നെ അതിലേക്ക് പുട്ടിലേക്കും പിന്നെ നമ്മൾ ഉപ്പേരിയിലേക്ക് തോന്നുന്നു ഞാൻ തേങ്ങ അത്യാവശ്യം ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സബോള വഴറ്റിയിട്ടാണ് ഞാൻ കുറുമക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സബോളയും കൂടി അരിയുന്നുണ്ട്. പിന്നെ കുറേ പേര് സവാള എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട്. ഞാൻ സബോള എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എന്താ ചെയ്യുക, നമ്മൾ ശീലിച്ച കാര്യം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സബോള എന്ന് തന്നെ പറയും. മാറ്റാൻ ശ്രമിക്കാനും താല്പര്യമില്ല, എന്തിനപ്പോൾ മാറ്റണം അല്ലേ. സബോള എന്ന് പറഞ്ഞ് ശീലിച്ചു, അത്ര തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ അത് സബോളയും തക്കാളിയും പച്ചമുളകും നല്ല ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് വഴറ്റി മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെന്ത് വന്ന നമ്മുടെ ഗ്രീൻ പീസ് ഇട്ടു കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ നല്ല വേവിച്ചിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കൈയിട്ട് നന്നായി ഇങ്ങനെ കുത്തി ഉടച്ചിങ്ങനെ ചമ്മന്തി പോലെ ആക്കിയിട്ട് നല്ല കുറുന്നനെ ആക്കി എടുക്കൂട്ടാ. പിന്നെ ഈ ഉള്ളി മൂപ്പിക്കണത് എന്തിനാണെന്നറിയോ, അത് ഉപ്പേരിക്കാട്ടാ. ഞാൻ ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. ഭയങ്കര മഴയായിട്ട് ഇപ്പോൾ രാവിലെ ആ വീഡിയോ എടുക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയണമാവും, ഞാനൊരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ഒരു ക്ലിപ്പ് എടുത്ത് വെക്കാറുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് വീഡിയോ എടുത്ത് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോണാവട്ടെ. അങ്ങനെ അതേ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് ഞാൻ സെറ്റാക്കിയത് നമ്മുടെ ചോപ്പറിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഉള്ളിയും മുളകും മൂപ്പിച്ചതിന് ശേഷം അതിട്ടിട്ട് ഇളക്കി, നമ്മുടെ ബീട്രൂട്ട് ഇട്ട് ഇളക്കി വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അമ്മയ്ക്ക് കാപ്പിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഇപ്പുറത്തെ റൂമിലൊക്കെ ഇടുന്നത്, കാരണം നമ്മൾ കിടക്കുമ്പോൾ ഫാൻ ഇടുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇപ്പുറത്തെ റൂമിലൊക്കെ ഇടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതേ രാവിലെ ഞാൻ നല്ല ചുക്ക് കാപ്പി മീൻസ് കുരുമുളക് പൊടി ഇട്ട് ചുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ട് കാപ്പിക്ക് കൊണ്ടുകൊടുത്തു. അത് കുടിച്ചിട്ട് അമ്മ കിടന്നു കേട്ടോ. ഞാൻ കിടന്നോ പറഞ്ഞു. അമ്മയ്ക്ക് അത്രയും വയ്യ തോന്നുന്നു, അല്ലെങ്കിൽ അമ്മ എനിക്ക് വന്ന് അടുക്കളയിൽ ഇങ്ങനെ നിന്ന് തിരിയെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല കിടക്കാൻ. അമ്മയ്ക്ക് ഇത് കൂടിപ്പോയി അമ്മ കൂടുതൽ കിടന്നുറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 6 മണിയാണ്. അതിനപ്പുറം അമ്മ ഉറങ്ങണ ഞാൻ കണ്ടിട്ടില്ല. അമ്മ എന്നെ നെറ്റ് വരുമ്പോൾ അതാ പറഞ്ഞിടുന്നത് കേട്ടാ. ആദ്യമായിട്ടാണ് 8 മണി വരെ ഞാൻ കിടക്കണമെന്നാണ് ആര്യോട് പറഞ്ഞിടുന്നത് കുറേ നാൾക്ക് ശേഷം. അതങ്ങനെ ശീലമായി. നേരത്തെ എണിച്ചിട്ട് അവർക്ക് അത്രയും കൂടുതൽ നേരം ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം 6 മണി കഴിഞ്ഞാൽ അമ്മ എനിക്ക് വരും. അല്ലെങ്കിൽ അമ്മ വീട്ടിൽ 5 മണി 5:30 ആ ഒരു സമയത്തിനുള്ളിൽ എനിക്കുന്ന ആളാണ്. നമ്മുടെ കൂടുതൽ ഉറങ്ങുന്ന സമയം കേട്ടോ ഞാൻ പറഞ്ഞത് 6 മണിന്ന്. അങ്ങനെ അതേ ഞാൻ പുട്ട് ഏകദേശം സെറ്റായി. കറി ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് പിന്നെ ഒരു സൈഡിൽ കൂടെ ആവുന്നുണ്ട്. പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ ആട്ടോ വറക്കണത്. അപ്പോൾ ആരി എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജപ്പിനും എണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ബാത്റൂമിൽ ഇരുത്തി അവനെ കുളിപ്പിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ ആര്യോടൊന്ന് സോയാബീൻ കരിഞ്ഞ് പോകാണ്ട് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അവളെന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂളായിട്ട് തേജുവിനെ റെഡിയാക്കാമല്ലോ. അങ്ങനെ തേജുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പാട്ടീനൊക്കെ തൊഴുത് കുട്ടി ചായ കുടിക്കാൻ വേണ്ടി റെഡി
ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവന് പുട്ടും കടലക്കറി ഇഷ്ടമാണ് കേട്ടോ, അതുപോലെ തന്നെ ദോശയും ചമ്മന്തിയും, ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഇതും വേഗം കഴിച്ച് തീർത്തിട്ടുണ്ട്. മമ്മ വരുന്നു. അമ്മ തെനിച്ചിട്ടുള്ളൂ കേട്ടോ. അമ്മ തേജ് പോകാൻ വേണ്ടിയിട്ട് അമ്മ പോവാന്നതിന് മുന്നേ ഒരു വട്ടം പറഞ്ഞു, ഒരു 8:15 ആകുമ്പോൾ പുറപ്പെടുന്ന സമയത്ത് പോയി പറഞ്ഞായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു അമ്മ ഓടി റൂമിൽ നിന്ന് പുറത്തേക്ക് വരണത്. അയ്യോ ഇത്രയും നേരമായോ, കണ്ട നേരമായോ, ഞാൻ എന്താ എനിക്കാഞ്ഞ് എന്തൊരു ഉറക്കം ഉറങ്ങി എന്നൊക്കെ ഇങ്ങനെ ആരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ വല്ല നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു. അമ്മയ്ക്ക് ഞാൻ അത് കൊടുക്കുമ്പോൾ ഗുളികയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗുളിക കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണത്തിൽ ഉറങ്ങി തോന്നുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ അപ്പുറത്തെ റൂമിലെല്ലാം കിടന്നത്, അതുകൊണ്ട് പനിച്ച കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. രാവിലെയാണ് ഞാൻ എനിക്ക് നോക്കുമ്പോഴാണ് അമ്മ പറയണത് പനിക്കുണ്ട് പറഞ്ഞിങ്ങനെ മൂളുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ മരുന്നൊക്കെ കൊടുത്തത്. പിന്നെ അങ്ങനെ കിടക്കട്ടെ ചെയ്ത്. പിന്നെ ഞാൻ തേജപ്പനെ വണ്ടി കയറ്റി പറഞ്ഞയച്ച് വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തുട്ടാ. കാരണം ഇതൊക്കെ നടാൻ വെച്ചിരിക്കുന്നതാണ്, ഇനിയും ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് നനച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ചധികം തുണികളുണ്ട് കേട്ടോ. പിള്ളേരുടെയും എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ തുണികൾ ഇത് നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ടു, അത് കഴുകാട്ടു കേട്ടോ. പിന്നെ അതേ അമ്മോട് ഞാൻ ചായ കുടിച്ചോ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇത് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തെങ്കിലും പണിയുണ്ടോ എന്നാണ് ഇങ്ങനെ നടന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനേക്കറിയാം അമ്മ എനിക്ക് വന്നാൽ പിന്നെ പാത്രം കഴുകാനും ഇതിനൊക്കെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ വക പണികളൊക്കെ ഒതുക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കൊട്ടത്താളൊക്കെ ഒഴിവാക്കിയിട്ടു നിറഞ്ഞു കിടക്കുന്നുണ്ട്, അത് കഴുകാൻ നിൽക്കുമല്ലോ. അപ്പൊ അമ്മയ്ക്ക് എന്തായാലും കുളിച്ചിട്ടേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആര് ചായ അടിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കുളി കഴിഞ്ഞ് അവളും കുടിച്ചു തുടങ്ങി. അപ്പൊ എനിക്കാണെങ്കിൽ തീരെ വിശക്കുണ്ടായിരുന്നില്ല കേട്ടാ. കാരണം എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ, സോയാബീൻ എപ്പോൾ വറക്കുമ്പോഴും ഞാൻ ഇത് കുറച്ച് ശേഷം എടുത്ത് കഴിക്കും. വറക്കണേൻ്റെ അപ്പം നല്ല ചൂട് കൊടുക്കാനും മുരിഞ്ഞിട്ട് അതെടുത്ത് കഴിക്കും. അത് കഴിക്കലും പിന്നെ കുറച്ച് ചായ കട്ടൻ കാപ്പിയും ഞാൻ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് എൻ്റെ വിശപ്പ് എവിടേക്കോ പോയി. അതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പം ചായ കുടിക്കായിരുന്നില്ല കേട്ടാ. അങ്ങനെ അത് അടിച്ചോരി തുടച്ച് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ടാട്ടോ ഈ നിൽക്കുന്നത്. ഇപ്പോൾ അടിച്ചുവാരലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഉച്ചത്തേക്കുള്ള ഫുഡും ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ രാവിലെ ആക്കിയോണ്ട് അതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം അമ്മയുടെ കുളി കഴിഞ്ഞു. അമ്മയുടെ എന്ത് തിരുമ്പാണ്ടെന്ന് പറഞ്ഞിട്ട് തിരുമ്പുന്നുണ്ട്. അപ്പോൾ അവർ ആദർശ് ഇവരൊക്കെ വന്നാൽ അവർ പോവുമല്ലോ. അപ്പോഴേക്കും കുറച്ച് തുണികൾ കഴുകണം എന്ന് പറഞ്ഞിട്ട് അത് കല്ലുമ്മ ഇട്ടിട്ട് കഴുകുക. കുറച്ച് ഞാൻ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അത് വേഗം എടുത്തിട്ട് ഇവിടെ വെയിലത്ത് കൊണ്ടിടാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അവരെപ്പോഴേക്ക് എത്തുക എന്നറിയില്ല, വിളിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്നലെ മല കയറി തൊഴുതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലോട് കൂടി ഇറങ്ങുന്ന പറഞ്ഞേക്കണ്. അപ്പോൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ, വിളിച്ചിട്ടില്ല. റേഞ്ചൊക്കെ പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ടില്ല. അപ്പം ഇനി അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എനിക്ക് മറ്റേ സിനിമയില്ലേ, അപ്പോൾ എന്തോ ഒരു പാട്ട് റീല് കണ്ടു. അത് കണ്ടപ്പോൾ ആ സിനിമ കാണാൻ തോന്നി. അപ്പോൾ ആ സിനിമ തപ്പി പിടിച്ചെടുത്തിട്ട് കാണാൻ നോക്കാണ്ട് കാണിച്ചു തരാട്ടെ പടന്ന്. സത്യം പറഞ്ഞാൽ ആ പടത്തിന്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് തപ്പി പിടിച്ച് എത്രയാണെന്നറിയോ, സിനിമയുടെ പേര് കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ പാട്ടടിച്ചിട്ടും ഒരു വഴിക്കും കിട്ടണില്ല കേട്ടോ. അമ്മ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ അതേ ചായ കുടിക്കാട്ടോ. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉദ്ദേശിച്ച പടം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അവസാനം ഞാൻ നമ്മുടെ തുടരും ഫിലിം ഇരുന്ന് കാണുക കേട്ടോ ചെയ്തത്. അല്ലാണ്ട് ഏതാണ്ട് ഈ ഒരു ടച്ചുള്ള പടമാണ്. എനിക്ക് എന്തായാലും എന്തെങ്കിലും പടം കാണുന്നുണ്ട്. എന്തോ ആ പാട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ പടം കാണാൻ തോന്നിയത്. ഇപ്പം പാട്ടും കിട്ടണില്ല പടം കിട്ടണില്ല എന്നുള്ളൊരവസ്ഥയായി പോയി. അങ്ങനെ തുടരും കണ്ടിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. ഈ ഒരു നേരമായപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടാ, എല്ലാം ഒന്നതായി. പിന്നെ ഞാനിതേ കുറച്ചേരം ന്യൂസൊക്കെ ഇരുന്ന് കണ്ടു കേട്ടാ. ന്യൂസ് കാണുന്ന സ്വഭാവം ഉണ്ടോ വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അതിരുന്ന് കാണും, അല്ലാണ്ട് ന്യൂസ് അഡിക്റ്റ് ഒന്നല്ല കേട്ടാ. പിന്നെ അമ്മ അതേ ഇളനീര് കുറച്ചും കൂടി വെട്ടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ വെട്ടി കപ്പിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇളനീരും വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അമ്മ വെട്ടി തന്നപ്പോൾ അത് കപ്പിൽ നിന്ന് ഇത്തിരി എടുത്ത് കുടിച്ചിട്ട് ബാക്കി ഇത്തിരിയും കൂടി നിറച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു വിട്ടത്. ആരിക്ക് എന്നും എപ്പോഴും കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ജനിച്ചപ്പോൾ തൊട്ടേ കൂടപ്പിറപ്പായിട്ട് കിട്ടിയിട്ടുള്ള മറ്റൊന്നാണ് കേട്ടോ ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ. ഞാൻ കാണുമ്പോൾ തൊട്ടേ അവൾക്ക് ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഈ ഒരു സമയത്ത് അവൾക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ വരുമ്പോൾ കാറിൽ ഇതൊക്കെ ഇളനീരൊക്കെ ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ കിട്ടാൻ വേറൊരു വഴിയില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ കുറേ ഇളനീരൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഉച്ചയായിട്ടോ, കുറേ ഇടയിലൊന്നും വീഡിയോയിൽ പിന്നെ കുറേ നേരം ഞാൻ അങ്ങനെ കിടന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഉച്ചയല്ലാട്ടോ, 2:30-3 മണിയാകുമ്പോഴാണ് ഞാൻ ഫുഡ്
ഫുഡ് കഴിച്ചേക്കണത് ഉച്ചത്തേട്ടെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും സോയാബീൻ വറുത്തതും ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. ആര്യ ചോറുണ്ടു കേട്ടോ, അത് ഞാൻ കണ്ടിട്ടില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജു വന്നു കേട്ടോ. തേജുവിൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് ഇതേ ഓറഞ്ച് എന്തോ കഴിക്കട്ടാ. വൈകിട്ടത്തെ കേട്ടോ ഈ ഒരു സമയം. അവൻ്റെ ഫ്രണ്ട്സ് ഇതേ കളിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഇതേ കളിക്കാൻ പോകാൻ നോക്കുകട്ടാ. അങ്ങനെ അവൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കേട്ടോ കളിക്കാൻ പോണത്. ആ നേരം പിന്നെ ഒരു പണിയുള്ളതെന്ന് വെച്ചാൽ എനിക്കല്ല കേട്ടോ, അമ്മയാണ്. സാധാരണ ഈ തുണികൾക്ക് എനിക്കാണ് മടക്കി വെക്കേണ്ട ഡ്യൂട്ടി വരാറ്. അപ്പം അമ്മ അതേ വെയിലത്തുനിന്ന് കുറേ തുണികൾ അവരുടെയും ഉണ്ട് കേട്ടോ. അമ്മയുടെയും ആര്യയുടെയും ആദർശിൻ്റെയും പൊന്നൂസിൻ്റെയും. അതായത് പൊന്നൂസ് ഞാൻ ഇപ്പോഴായിട്ട് ശ്രദ്ധിച്ചത്. കുറേ പേര് ഞാൻ റോജസ് പറയുമ്പോൾ വെറൈറ്റി പേരാണ്, കുറേ പേർക്ക് മനസ്സിലാവണില്ലേ അവനെ. പിന്നെ കുറച്ച് പേര് വന്ന് പറയും, ഇങ്ങനെ കണ്ടു കമൻറ്റിൽ പൊന്നൂസല്ലേ എന്ന്. യെസ്, അവനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അവൻ്റെ പെറ്റ് നെയിമാണ് പൊന്നൂസ് എന്ന് കേട്ടോ. ഞാനങ്ങനെ ഇപ്പോൾ ആദർശിനെ ആയാലും ഒക്കെ ആദർശ് റോജസ് അങ്ങനെ പറയുള്ളൂ. അവർക്കൊക്കെ പെറ്റ് നെയിം ഉണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റോജസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പൊന്നൂസാണ് ഈ റോജസ്. അങ്ങനെ ഇതേ വൈകിട്ട് നമ്മുടെ തേജപ്പം കളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ അവൻ്റെ നെഗും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നീണ്ടു വന്നിട്ടുണ്ടായിരുന്നു. വെട്ടാൻ ഭയങ്കര മടിയായിട്ട് കൊണ്ട് പിടിച്ചിരുത്തിയിട്ടായിരുന്നു ഞാൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ ഇതേ മേലൊക്കെ കഴുകി ഇതേ വിളക്ക് കൊളുത്തായിട്ട്. അപ്പോൾ പിന്നെയും ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ നമുക്ക് പറയാം, കമൻസിനുള്ള റിപ്ലൈ ഇങ്ങനെ പറയാലോ വെച്ചിട്ടാണ് വൈകിട്ട് കുളിക്കാണ്ടാണോ വിളക്ക് കൊളുത്തുക അങ്ങനെ നെഗറ്റീവായിട്ടല്ല കേട്ടോ. അങ്ങനെ നോർമലി ഉള്ളൊരു ചോദ്യം ചോദിച്ചു, വൈകിട്ട് തല കുളിക്കുമോ വിളക്ക് കൊളുത്തുമ്പോന്ന്. അപ്പം ഞാൻ വൈകിട്ട് തല കുളിക്കാറില്ല കേട്ടോ. രാവിലെ മാത്രമേ തല കുളിക്കാറുള്ളൂ. 2 നേരം തല കുളിക്കാൻ മാത്രമൊന്നുമുള്ള കപ്പാസിറ്റിക്ക് ഇല്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ചിലപ്പോൾ കഫക്കെട്ട് ജലദോഷം അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമല്ലോ. അതുകൊണ്ട് 2 നേരമൊന്നും ഞാൻ തല കുളിക്കാറില്ല. രാവിലെ തല കുളിക്കും, വൈകിട്ട് മേല് കഴുകാട്ടെ. മേല് കഴുകിയിട്ടാണ് വിളക്ക് കൊളുത്താറ്. പിന്നെ നമ്മുടെ തേജപ്പത്തിൻ്റെ ഇടയിൽ കൊഞ്ഞനും കുത്തനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, ട്രൈപോഡ് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കണത്. അത് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണണത്. ആളുടെ ഓരോ വിക്രസമുള്ളൂ കേട്ടോ. അവിടെ തിരിഞ്ഞോക്കി കൊഞ്ഞനും കുത്തിയിട്ട് പോകുന്നുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ആര് എന്തെങ്കിലും കോഷ്ടി കാട്ടിയിട്ടാണോ എന്നും അറിയില്ല. അതിനെന്തേ വിളക്കൊക്കെ കൊളുത്തി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കടയിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ തേജൻ്റെ കൂടെ കടയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ച് ഇങ്ങനെ മസ്ക് ഇട്ട് നിൽക്കണതാണ് ഇട്ടത്. അപ്പോൾ അവിടെ റോഡിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേണ്ട, റോഡ് മീൻസ് നമുക്ക് ഇവിടെ നിന്ന് 2 അടി കുറച്ചേ പോവുള്ളൂ. അപ്പോൾ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയുടെ ചാവി എടുക്കാണ്ടാണ് പോകാൻ നോക്കണത് കേട്ടോ. അങ്ങനെ വണ്ടിയുടെ ചാവിക്ക് എടുത്ത് കൊടുന്ന് ഇതേ പോവാണ് കേട്ടോ. വേറെ ഒന്നല്ല കേട്ടോ, ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് സബോള, നമുക്ക് എപ്പോഴും സബോളയായിരുന്നു വേണ്ടത്. നനയ്ക്കാൻ പറഞ്ഞു പോയിട്ട് ഇവിടെ ഒരാൾ ഞാൻ വരുമ്പോൾ കുപ്പിയിൽ വെള്ളാക്കി. ഇത് ആർക്കാ കുപ്പിയിൽ വെള്ളാക്കി വെക്കണേ? അപ്പൊ ഞാൻ പോകുമ്പോ ചെടിയൊക്കെ ഒന്ന് നനച്ചോളോട്ടാ പറഞ്ഞിട്ടാ പോയത് കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല ഭംഗിക്ക് കുട്ടി നനച്ചിട്ടുണ്ട്. അപ്പൊ എന്നോടൊരു ഡിമാൻഡ് ഇട്ടുണ്ടായിരുന്നു, ചെടി നനയ്ക്കുകയാണെങ്കിൽ അമ്മ എനിക്ക് ഒരു ലേസ് കൊടുത്തു തരുമോന്ന്. കുറേ നാളായിട്ട്. ഇപ്പൊ ലേസ് ഒന്നും അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. അപ്പൊ കുറേ നാളായില്ലേ വാങ്ങിയിട്ട് ഒരു ലേസ് വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു എന്നെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവന് ലേസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് എൻ്റെ നിന്ന് ലേസും കുട്ടനെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത്. അങ്ങനെ അവന് ഇതേ ലേസും ഒക്കെ കൊടുത്തു. അവനെ ആര്യായിട്ട് അതൊക്കെ പൊളിച്ച് നോക്കണത്. അപ്പൊ ആരുടെ നിന്ന് വേഗം തട്ടിപ്പറിച്ച് വാങ്ങി ആരെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു. കെട്ടുന്നവരൊക്കെ കണ്ടിട്ട് ശരണമിളിയൊക്കെ ചെറിയ രീതിക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത കൊല്ലം മലയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പഠിച്ചു വെച്ചേക്കണത്. പിന്നെ ആര്യ എനിക്കുണ്ടല്ലോ, ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ല, അത് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി കൊടുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആദർശ് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ആദർശ് മിനിഞ്ഞാന്ന്, അതായത് ആ കെട്ടുന്നവരുടെ തലേന്ന് കണ്ടോ ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടി അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു. പിന്നെ തേജുവിനെ കുറച്ചു നേരം പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള ഇരുത്താണ് കേട്ടോ. പഠിപ്പ് കഴിഞ്ഞാൽ അവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളർ ചെയ്യണം. അപ്പം എന്തൊക്കെയോ കളർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അവനാണെങ്കിൽ ടി വി മാറ്റാൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ എന്തോ ടി വിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ടി വി കാണില്ല. അവരിന്നിട്ട് കളർ ചെയ്യുക എന്തോ ചെയ്യാട്ടോ. പക്ഷെ നമ്മളിങ്ങനെ അവൻ വെച്ചേക്കണത് ഇരുന്നിങ്ങനെ കാണണം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുക കേട്ടോ. പിന്നെ രാത്രിക്ക് സത്യം പറഞ്ഞാൽ തീരെ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ, ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട്. പക്ഷെ അമ്മ ഉപ്മാവ് ഉണ്ടല്ലോ, പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഉപ്മാവ് ഉണ്ടാക്കുമെന്ന് അതുകൊണ്ട് ചോദിച്ചിട്ട് അമ്മ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 10 മണിയായിട്ടോ അതെടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ. അതായത് ആ ജ്യൂസ് കുടിച്ചപ്പോൾ ആ വിശപ്പ് എങ്ങോട്ടോ പോയി. അപ്പം അമ്മയാണെങ്കിൽ അത് കഴിച്ചിട്ട് നീ കിടന്നാൽ മതി പറഞ്ഞിട്ടാണ് അമ്മ കിടന്നതുകൊണ്ട് ഞാനിങ്ങനെ കുത്തി നിറച്ചത് എങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ പുലർച്ചോട് കൂടിയിട്ടാട്ടെ നമ്മുടെ സ്വാമിമാരൊക്കെ ദേ വന്നു, മാല ഊരിയിട്ടാട്ടെ എല്ലാവരും വന്നേക്കണത്. ഒരു 1:30 മണി ആ ഒരു സമയത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ സുഖമായിരുന്നു. തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴുതു വരാൻ പറഞ്ഞു പറ്റിയെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ അവരിതേ കാറിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇറക്കുന്നുണ്ട്. ഇവർ അമ്പലത്തിലാട്ടോ കാർ ഇട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൻ്റെ അപ്പുറത്താട്ടോ കാർ ഇട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കാറിൽ എല്ലാവരും എടുത്തിട്ട് പോന്നു. പിന്നെ എല്ലാവരും ഇതേ വേഗം തന്നെ ഓരോ
ഓരോ സൈഡിൽ ഇതേ സൈഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ഷീണമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.